പ്രോബബിലിറ്റി തിയറിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് CDF എന്താണെന്ന് നമ്മൾ നോക്കി, PMF എന്താണെന്ന് നോക്കി, PDF എന്താണെന്ന് നോക്കി, ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അതായത് CDF ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ PDF ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. സോ എക്സാമിൻ വെദർ the following are CDF എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, f of x equal to 1 for all x belongs to R. ഇതൊരു CDF ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന CDFൻ്റെ പ്രോപ്പർട്ടീസ്, അത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. നോൺ നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി 1ഉം എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0ഉം തരുന്ന ഫങ്ഷൻസാണ് നമ്മുടെ CDF. അപ്പോൾ ഈ കണ്ടീഷൻസാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്താൽ തന്നെ നമുക്കത് CDF അല്ല എന്ന് പറയാൻ പറ്റും. സോ ഫസ്റ്റ് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി, ഈ കേസിൽ ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന് പകരം ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്തിട്ട് കൊടുത്താലും 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ഇൻഫിനിറ്റി ഇവിടെ 1 തന്നെയാണ്. അതുപോലെ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും ഇവിടെ 1 ആണ്. പക്ഷെ നമുക്ക് CDF ആവണമെങ്കിൽ അതെന്താവണമായിരുന്നു? 0 ആവണം. പക്ഷെ അതിവിടെ 0 അല്ല. Therefore എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് എ CDF. ഓക്കെ, ഇനി അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ 0, 1/2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, 1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. CDF ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഇവിടെ എന്താണ്? എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി 1 ആണ്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, എക്സ് ലെസ് ദാൻ 0, മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 0 താഴെ വരുന്ന ഏത് വാല്യൂസും ഇവിടെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്തുവരും? 0 ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവും എഫ് ഓഫ് എക്സ് നോൺ ഡിക്രീസിങ് ആണ്, അല്ലേ? 0ക്ക് താഴേക്ക് 0 ആയിരുന്നു, 0ക്ക് 1 ഇടയിൽ 1/2 ആയിരുന്നു, 1ന് മേലോട്ട് 1 ആണ്. ഇൻക്രീസിങ് ഫംഗ്ഷനാണ് അവിടെ. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഇത് നമുക്ക് നോക്കേണ്ടത് റൈറ്റ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളത്. എഫ് ഓഫ് 0 കണ്ടിന്യൂറ്റി പോകാൻ സാധ്യതയുള്ളത് 0ലും 1ലുമാണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്താണ് ഇവിടെ? 1/2 ആണ്. എഫ് ഓഫ് 0 പ്ലസ് എച്ച് ഈക്വൽ ടു, അതും ഇവിടെ 1/2 തന്നെയാണ്. അതുപോലെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. എഫ് ഓഫ് 1 പ്ലസ് എച്ച് അതും 1 ആണ്. നമുക്ക് റൈറ്റ് കണ്ടിന്യൂസ് ആണെന്നും പറയാം. Therefore എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് CDF ആണ്. ഈ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് CDF ആണ്. ഇനി CDF എഴുതുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ക്വസ്റ്റ്യൻ, എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. ഒരു കോയിൻ ടോസ് ചെയ്തു, അപ്പോൾ കിട്ടുന്ന അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ ഒരു കോയിൻ 2 വട്ടം ടോസ് ചെയ്യുമ്പോൾ എത്ര ഹെഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. അപ്പോൾ ഫൈൻഡ് ദ CDF ഓഫ് എക്സ് ആണ്. ഓഫ് എക്സ് CDF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ സാമ്പിൾ സ്പേസ് വേണം, അല്ലേ?
മേക്കാന്ന് പറയുന്നത് ഒരു കോയിൻ 2 വട്ടം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണ്? 2 വട്ടം ഹെഡ് വരാം, ഒരു ഹെഡും ഒരു ടെയിലും വരാം. ഫസ്റ്റത്തെ കോയിൻ ടെയിലും സെക്കൻഡ് ഹെഡും വരാം, രണ്ടിനും ടെയിൽ കാണിക്കും. അപ്പോൾ ഈ 4 പോസിബിലിറ്റീസാണ് നമുക്ക് ആകെയുള്ളത്. ഇനി നമ്മുടെ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? റാൻഡം വേരിയബിൾ എക്സ് എന്തൊക്കെ വരാം? ഫസ്റ്റ് എച്ച് വന്നു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റൈൻഡ് ആണ്. ഇവിടെ 2 ഹെഡ് ഉണ്ട്, അപ്പോൾ 2. അടുത്ത എച്ച് ടി വരുമ്പോൾ 1, ടി എച്ച് 1, ടി ടി 0. ഇനി അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ത് വരും? 2 വരാനുള്ള പ്രോബിലിറ്റീൻ്റെ അകത്ത് നമുക്ക് 4 പോസിബിലിറ്റീസ് ആണല്ലോ. അതിൽ 2 വരുന്നത് 1/4. അടുത്ത ഈ ഒരു 1, അതായത് ഇതിൻ്റെ ശരിക്കും പ്രോബിലിറ്റി 1/4 1/4 ഇതല്ലേ പ്രോബിലിറ്റി. അതിൽ ഇത് നമുക്ക് ഒന്നിച്ചെഴുതാൻ പറ്റും. ഇപ്പം ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. അതായത് 1 വരുന്നത് മൊത്തത്തിൽ 2/4 ആണ്. അതായത് 1/2 എന്നുള്ള പ്രോബിലിറ്റിയാണ്. ഇനി നമ്മൾ പി എം എഫ് എഴുതണം. പി എം എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ, അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണല്ലേ. അതെന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക? എക്സ് ഈക്വൽ ടു 0യും 2ഉം ആയിരുന്നപ്പോൾ, എക്സ് ഈക്വൽ ടു 0യും 2 ആയിരുന്നപ്പോൾ നമുക്ക് വാല്യൂസ് 1/4 1/4 തന്നെയായിരുന്നു. 1/4 എന്ന് കൊടുക്കാം. ഒന്നിച്ചെഴുതുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ എഴുതാന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 2 വന്നപ്പോൾ 1/4, എക്സ് ഈക്വൽ ടു 1 വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1/4 പ്ലസ് 1/4 2/4, എക്സ് ഈക്വൽ ടു 0 വന്നപ്പോൾ 1/4. പിന്നെ നമുക്ക് ഒന്നിച്ച് എക്സ് ഈക്വൽ ടു 0 വന്നാലും 2 വന്നാലും 1/4, എക്സ് ഈക്വൽ ടു 1 വരുമ്പോൾ 1/2 ഇങ്ങനെ എഴുതാം. ഇനി ഈ പി എം എഫിൻ്റെ ഒരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ, ഗ്രാഫ് പി എം എഫ് ഗ്രാഫ് വരക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 0യിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂസ്, ഇവിടെ പി ഓഫ് എക്സിൻ്റെ വാല്യൂ അല്ലേ. എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ പി ഓഫ് എക്സ് 1/4, എക്സ് ഈക്വൽ ടു 1 ഇവിടെ 1 വരുമ്പോൾ 2/4 അല്ലെങ്കിൽ 1/2. അടുത്ത എക്സ് ഈക്വൽ ടു 2 വരുമ്പോൾ വീണ്ടും 1/4. അപ്പോൾ ഇങ്ങനെയാണ് പി എം എഫിൻ്റെ ഗ്രാഫ് വരിക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി എഫ് ആണ് അല്ലേ. സി ഡി എഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ ഗ്രാഫ് നോക്കി പറയാം, നമുക്കുള്ള ഫംഗ്ഷൻ നോക്കി പറയാം. എക്സ് 0ന് താഴെ വരുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, സി ഡി എഫിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. 0യ്ക്കും 1നും ഇടയിൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ, 0യ്ക്കും 1നും ഇടയിൽ വരുമ്പോൾ 1/4 ആണ്. അടുത്തത് 1നും 2നും ഇടയിൽ വരുമ്പോൾ 3/4 ആയി ടോട്ടൽ അല്ലേ. 1/4ഉം 2/4ഉം ഉണ്ട്, രണ്ടും കൂടി ആഡ് ചെയ്താൽ 3/4 വരും. 2വിനേക്കാൾ താഴെയാണ് എക്സ് എങ്കിൽ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിലോ അടുത്ത 1/4ഉം കൂടെ വരും. അപ്പോൾ 1 എന്ന് വരും. എഴുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സി ഡി എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരുന്നു ഡിഫൈൻ ചെയ്തത്. നമ്മൾ പി എം എഫ് അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇതെങ്ങനെ വരും? -∞ ടു എക്സ് പി എക്സ് ഓഫ് യു എന്നുള്ള ഫോമിലാണ് വരിക. അതായത് അതിന് താഴേക്കുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്യുക. അപ്പോൾ 0ന് താഴെ വരുമ്പോൾ 0, 1ന് താഴേക്ക് വരുമ്പോൾ 1/4, 2ന് താഴേക്ക് വരുമ്പോൾ 1/4 പ്ലസ് 2/4 3/4 വരും. പിന്നെ 2ന് മേലേക്ക് വരുമ്പോൾ മൊത്തത്തിലുള്ള പ്രോബബിലിറ്റി ടോട്ടൽ പ്രോബബിലിറ്റി 1 വരും.
ഓക്കെ, ഇനി ഈ ഫോമുല നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, ചില നോൺ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, പേര് കൊടുത്തിട്ടുള്ള. അതുപോലെ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്. എക്സ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 അതർവൈസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആണ് ഈ കൊടുക്കുന്നത്. ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് മേലെയാണ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 അതർവൈസ്. ഇനി നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ CDF കണ്ടുപിടിക്കുക എന്നുള്ളത്, എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? നമ്മൾ ഡെഫിനിഷൻ വെച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് PDF-ഉമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പറയാം, ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് -∞ ടു എക്സ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം എന്താ 0 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. 0 ടു എക്സ് എഫ് ഓഫ് എക്സ് എന്താ നമ്മുടെ ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഡി എക്സ് ആണ്. ഈ ലാംഡ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പാരാമീറ്റർ ആണ്. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ആണ്. സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നാൽ ഈ ലാംഡ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കും, അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിൽ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ വരും 0 ടു എക്സ് വാല്യൂ ലാംഡ എക്സ് 0 ടു എക്സ്. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് മൈനസ് 1 വരും, ഇ റേസ് ടു 0 വരുമല്ലോ. അതായത് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ്. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ CDF എന്ന് പറയുന്നത്. നമ്മൾ എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ 0, 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് CDF കണ്ടെത്തുന്നത്. ഇനി PDF-ൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് PDF ആണ് എങ്കിൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ടായിട്ടൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് എന്ന് തന്നിരിക്കുന്നതെന്നായിരിക്കും. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫർദർ ഫംഗ്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് -∞ ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -∞ ടു ഇൻഫിനിറ്റി കെ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സ് എന്ന് വരും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് കെ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫർദർ ആയിട്ടുള്ള എന്താ പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റാൻഡം വേരിയബിൾ. അതായത് ലെറ്റ്
x be a continuous random variable with the PDF f of x. Okay, and also let y is equal to g of x. G of x be a continuous random variable, and suppose y is equal to g of x be a monotone function on x, function of x. അങ്ങനെയാണെങ്കിൽ അതായത് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ, അതായത് ഒന്നിക്ക ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ്, അങ്ങനെയാണെങ്കിൽ എഫ് വൈ ഓഫ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് ഡി എക്സ് ബൈ ഡി വൈ ആണ്. അതായത് എഫ് എക്സ് എന്ന് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അറിയാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ PDF ആണെന്ന് നമുക്കറിയാമെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈൻ്റെ PDF-ഉം വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF ആണ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എക്സിൻ്റെ PDF യൂസ് ചെയ്ത് എഴുതാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുന്നത്. വേർ എക്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സ് വൈൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാം. ഒന്നാമത്തെ, എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ U0 1. അതായത് അതിൻ്റെ ഇൻ്റർവെൽ, എക്സിൻ്റെ ഇൻ്റർവെല്ലാണ് 0 to 1 എന്ന് പറയുന്നത്. എക്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 0 to 1 ആയിരിക്കും. നമ്മൾ നേരത്തെ എക്സ്പോണൻഷ്യൽ പറഞ്ഞപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. 0 to ഇൻഫിനിറ്റി ആണ് അതിൻ്റെ റേഞ്ച്. യൂണിഫോമിൻ്റെ കേസിൽ 0 to 1 ആണ്. അതാണ് യൂണിഫോം 0 1 കൊടുക്കുന്നത്. ഇതിൻ്റെ PDF എന്ന് പറയുന്നത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. സിമ്പിൾ ആയിട്ടുള്ളൊരു PDF ആണ്. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നായിരിക്കും. അതായത് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് അല്ലേ. 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഫസ്റ്റ് നമ്മളിത് മോണോട്ടോൺ ആണോ നോക്കണം. അപ്പം എന്താ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരും, -1 ആണ് അല്ലേ, ലെസ് ദാൻ 0 ആണ്. അതായത് അതൊരു ഡിക്രീസിങ് ഫംഗ്ഷനാണ്. സോ ഇതൊരു മോണോട്ടോൺ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് വൈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, എഫ് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ ആണ്. നമ്മൾ ഓൾറെഡി ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ -1 തന്നെയാണ്. മോഡുലസ് വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ നമുക്കറിയാം, 1 ആണ്. 1 ഇൻറ്റു മോഡുലസ് ഓഫ് -1, അതായത് 1 ഇൻറ്റു 1. 1 ആണ് വീണ്ടും കിട്ടിയത്. അതായത് എഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, വൈൻ്റെ PDF എന്താണ് ഇവിടെ 1 ആണ്. ഓൾസോ യൂണിഫോം 0 1 ആണ് ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം വൈൻ്റെ റേഞ്ചും 0 to 1 തന്നെയാണ്. ഓക്കെ, ഇനി ഇതേ കേസ്, അതായത് എക്സ് യൂണിഫോം 0 1, എഫ് എക്സ് 1 ആണ്. വൈ എന്ന് പറയുന്നത് -2 log x ആണെന്നിരിക്കും. ഒരു ഫംഗ്ഷൻ -2 log x എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് മോണോട്ടോൺ ഫംഗ്ഷൻ ആണോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ചെയ്തു, എന്ത് വരും, -2/x വരും അല്ലേ. എക്സിൻ്റെ വാല്യൂ 0 to 1 അല്ലേ. ഇതെന്തായാലും
ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഡിക്രീസിങ് ഫംഗ്ഷനാണ്, മോണോട്ടോൺ ആണ്. സോ നമുക്ക് എഫ് വൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് എഴുതാം. സോ ഡി വൈ ബൈ ഡി എക്സ് -2 എക്സ് ആണ്. എഫ് എക്സ് 1 ആണ്. 1 ഇൻറ്റു മോഡ് -2 എക്സ് വരും. അതായത് എന്താണ് 2 എക്സ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ഡെഫിനിഷനിൽ, എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്കിവിടെ വൈ എന്താണ്? y is equal to -2 log x. അത് നമുക്ക് -y/2 ഈക്വൽ ടു log x എന്ന് എഴുതാം അല്ലേ? ഇപ്പുറത്തേക്ക് വന്ന -y/2 ഈക്വൽ ടു log x. ഇനി അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വെച്ച് ചെയ്താൽ എന്ത് വരും? e raised to -y/2 ഈക്വൽ ടു e raised to log x. അതെന്ന് പറയുന്നത് എന്താണ്? e raised to log x എന്താണ്? x തന്നെയാണ്. അപ്പോൾ x ഈക്വൽ ടു e raised to -y/2 എന്ന് കിട്ടും നമുക്ക്. അതാണ് ഈ ഒരു എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് dy ബൈ ഡി എക്സ് ആണ് 2x അല്ലേ? dx ബൈ ഡി വൈ എന്താണ്? -x/2. അതായത് x/2 ആണ് നമുക്ക് കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് തന്നെ, e raised to -y/2. 1/2 e raised to -y/2. നമ്മൾ നേരത്തെ കണ്ട എക്സ്പോണൻഷ്യൽ ലാംഡ വെച്ച് പറഞ്ഞ ലാംഡയ്ക്ക് ഇവിടെ 1/2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ലാംഡ e raised to -λx ആയിരുന്നു അല്ലേ? അപ്പോൾ ലാംഡയ്ക്ക് 1/2 കൊടുത്ത വാല്യൂ അല്ലേ? അപ്പോൾ ഇതൊരു എക്സ്പോണൻഷ്യൽ ഫാമിലിയിലാണ്, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് വരിക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈൻ്റെ PDF എന്താണ്? വൈൻ്റെ PDF ആയത് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 1/2 e raised to -y/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു റാൻഡം വേരിയബിൾ എക്സ് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ വൈ അങ്ങനെ വരുന്ന കേസ് മാത്രമാണ്. അതുപോലെ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ വരുന്ന കേസും ഉണ്ട്. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ അത് ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്നതാണ് നല്ലത്. കാരണം പിന്നെ ഇടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്. ഒരു ബൈവേരിയേറ്റ് റാൻഡം വെക്റ്റർ എക്സ് വൈ, അത് ഒമേഗയിൽ നിന്ന് ആർ ക്രോസ് ആറിലേക്ക് പോകുന്നതാണ്. നമ്മൾ ആറിലേക്ക് പോകുന്ന ഒരു റാൻഡം ആയിട്ടാണ് റാൻഡം വേരിയബിളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒമേഗയിൽ നിന്ന് ആറിലേക്ക്, ഇപ്പോൾ റിയൽ ലൈനിലേക്കായിരുന്നു ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തത്. നമ്മുടെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആർ ക്രോസ് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോയിൻ ടോസ് ചെയ്യുന്ന കേസ്, അതിനകത്ത് നമ്മൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് മാത്രം പറയും അവിടെ. നമ്മൾ വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽസും കൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ നേരത്തെ കിട്ടിയ HH, HT, TH, TT തന്നെയാണ്. പക്ഷേ എക്സിൻ്റെ വാല്യൂ ഉണ്ട് 2, 1, 1, 0. വൈയുടെ വാല്യൂ സെപ്പറേറ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തേൽ 0, 1, 1, 2 ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ജോയിൻ്റ് ആയിട്ട് എഴുതുമ്പോൾ, നമ്മൾ ജോയിൻറ്റ് റാൻഡം വേരിയബിൾ ആയിട്ട് എഴുതുമ്പോൾ ഇതെങ്ങനെ വരും? 2, 0. ഫസ്റ്റത്തെ HH എന്ന് പറയുന്നതിനകത്ത് ഹെഡ് 2ഉം ടെയിൽ 0 ആണ്. അതാണ് ഒറ്റയടിക്ക് നമുക്ക് ഈ എക്സ് 2, 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് 1, 1, 1, 1, 0, 2 ഇങ്ങനെ വരും. ഇതിൻ്റെ പ്രോബബിലിറ്റി വീണ്ടും എന്താണ്? സെയിം ആണ്. കാരണം എന്താ?
1/4 20 വരുന്ന ഈ ഒരു പെയർ ഒരെണ്ണേ ഉള്ളൂ 1/4 ഇത് വരാനുള്ള പ്രോബിലിറ്റി 4 1 1/4 1/4 ഇതും 1/4 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 1 1 എന്നുള്ള പെയർ വരാൻ 1/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ XY എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം, മിക്സ്ചർ ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആയിട്ട് വരാം. ഓക്കെ, നമുക്ക് ജോയിന്റ് CDF എന്താ നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ XY എന്ന് പറയുന്നതിന് നമുക്ക് റാൻഡം വേരിയബിൾ എന്നല്ല, റാൻഡം വെക്ടറാണ് അല്ലേ, ഒരു റാൻഡം വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് R ക്രോസ് Rൽ നിന്ന് Rലേക്കാണ്. R ക്രോസ് Rൽ നിന്ന് Rലേക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ f(xy) എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. നമ്മൾ അതായത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ മാത്രം പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജോയിന്റ് CDF വരുമ്പോൾ f(xy) എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, y ലെസ് ദാൻ ഈക്വൽ ടു y ആണ്. ഫോർ ഓൾ x, y belongs to R is called joint CDF. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വരുമ്പോഴും പ്രോപ്പർട്ടീസ് ഇപ്പോൾ ജസ്റ്റ് പറയാം. നോൺ ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും വരും, റൈറ്റ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ വരും. അതേപോലെ f(∞) 1 ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ കേസും. അതായത് f(x - ∞), f(-∞) ഇതൊക്കെ 0 ആയിരിക്കണം. അങ്ങനെ 2 കേസും കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, നമുക്ക് അടുത്തൊരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ജോയിന്റ് PMF എന്താണ്. നമ്മുടെ XY എന്നുള്ള റാൻഡം വെക്ടർ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വെക്ടറാണെന്ന് വിചാരിക്കാം. ഡിസ്ക്രീറ്റ് ആണ് എങ്കിൽ PXY P of x ഈക്വൽ ടു എക്സ്, y ഈക്വൽ ടു y വരുന്നതാണ് ജോയിന്റ് PMF. നേരത്തെ പറഞ്ഞെല്ലാം ജോയിന്റ് കേസിലേക്ക് വരുന്നു മാത്രം. പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഇതേപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of XY ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. സമ്മേഷൻ P of x 1 എന്ന് പറയുന്നതിന് ഇവിടെ ഡബിൾ സമ്മേഷൻ വരും അല്ലേ, P of XY ഈക്വൽ ടു 1 വരും. ഇനി ഇതേപോലെ തന്നെ എന്താ ജോയിന്റ് PDF ഉണ്ട്. ജോയിന്റ് PDF എക്സും വൈയും കണ്ടിന്യൂസ് ആണ് എങ്കിൽ f(xy) ഫ്രം R ക്രോസ് R ടു R ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മൾ നേരത്തെ എന്താ dy/dx ഓഫ് f(x) എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ എന്ത് വരും, f(xy) എന്ന് പറയുന്നത് ρ² / ∂x ∂y f(xy). ഇതാണ് ജോയിന്റ് PDF. അപ്പോൾ വരുമ്പോൾ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ ഓവർ എക്സ് ആൻഡ് വൈ ഒന്ന് 0 to ∞ ഇടയിലാണ്. രണ്ടാമത്തത് ഓവർ എക്സ് ഓവർ വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ f(xy) dx dy ഈക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെയുള്ള കേസുകൾ. ഇനി ഇതിൻ്റെ കൂടെ മാർജിനൽ എന്താണെന്നൊക്കെ പഠിക്കാനുണ്ട്, അത് ആ സമയത്ത് നോക്കാം. ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്താണ് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഇനി നമ്മൾ യൂണിവേരിയേറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസ് എടുത്തിട്ടാണ് പറയുന്നത്. എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്? എക്സ്പെക്റ്റേഷൻ
അഥവാ നമ്മൾ ആവറേജ് എന്നൊക്കെ പറയും. അത് ആവറേജ് അത് പ്രോബബിലിറ്റിയുടെ കേസിൽ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് റാൻഡം വേരിയബിൾ. അതായത് ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദെൻ ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓർ അല്ലെങ്കിൽ മീൻ വാല്യൂ അല്ലെങ്കിൽ മീൻ എന്നൊക്കെ പറയുന്നത് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെയാണ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി മുതൽ ഇ ഓഫ് എക്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, അതായത് മീനാണ്. അതെന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ബിലോങ്സ് ടു ആർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, അതായത് വേറൊരു ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ x1 x2 എക്സെട്ര എന്നുള്ളതാണ് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്. പി ഐ എന്ന് പറയുന്നത് ഓരോന്നിനും കൊടുക്കുന്ന വാല്യൂ. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐ. P1 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു x1. x1 വരുമ്പോൾ എക്സ് ഈക്വൽ ടു x1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി. P2 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു x2. അങ്ങനെ വരുന്ന പ്രോബബിലിറ്റീസ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഐ എക്സ് ഐ പി ഐ ആണ്. അതായത് എന്താണ്? x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര എത്രയുണ്ടോ അത്രേ. ഓക്കെ, ഇനി ആണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, probability of x equal to 0 equal to probability of x equal to 10 equal to 1/2 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് എക്സിന് 0 എന്നുള്ള വാല്യൂ കിട്ടുമ്പോൾ പ്രോബബിലിറ്റി 1/2 ആണ്, എക്സിന് 10 എന്നുള്ള വാല്യൂ കിട്ടുമ്പോൾ പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മീൻ എന്താണ് എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ ഡെഫിനിഷൻ എക്സ് ഐ പി ഐ ആണല്ലേ. ഐ ഈക്വൽ ടു ഇവിടെ എന്താണ്? ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 0, അതായത് 0 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2 പ്ലസ് അടുത്ത എക്സ് ഈക്വൽ ടു 10 വരും. 10 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി 1/2, അതായത് 5. ഇതാണ് ഈ ഒരു കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ തരണമെന്നില്ല. എക്സ് ഈക്വൽ ടു 6 ആകുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/3ഉം എക്സ് ഈക്വൽ ടു സപ്പോസ് ഒരു 15 ആകുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി ആകാനുള്ള പ്രോബബിലിറ്റി 2/3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 6 ഇൻറ്റു 1/3 പ്ലസ് 15 ഇൻറ്റു 2/3 അല്ലേ. ഓക്കെ, സോ the 2 plus 10 equal to 12. ഒരു നോൺ ഡിസ്ട്രിബ്യൂഷൻ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഇത് മീൻ തീറ്റ. ബെർണോളി ഡിസ്ട്രിബ്യൂഷനിലാകെ എക്സിന് വാല്യൂ 0ഉം 1ഉം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് തീറ്റയും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പം തീറ്റയാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ത് ചെയ്താൽ 1 ഇൻറ്റു തീറ്റ പ്ലസ് 0 ഇൻറ്റു 1 മൈനസ് തീറ്റ. ഓക്കെ, എന്ന് പറയുന്നത് തീറ്റ. അപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ തീറ്റ എന്ന് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ മീൻ കാണുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് തീറ്റയാണ്. ഓക്കെ, ഇനി അതേപോലെ മറ്റൊരു എക്സാമ്പിൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ലാംഡ എന്ന് പറയുന്നതിൻ്റെ പാരാമീറ്റർ എക്സ് ഫോളോ ചെയ്യുന്നത് പോയിസോൺ ആണെങ്കിൽ
പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു കെ ബൈ കെ ഫാക്ടർ. ഇതാണ് അതിൻ്റെ പി എം എഫ് എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു കെ വരുമ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കെ ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. ഓക്കെ, ഇനി സപ്പോസ് എൽ ഈക്വൽ ടു കെ മൈനസ് 1 എന്ന് കൊടുക്കാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാം അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താ? ഡെഫിനിഷൻ വെച്ചിട്ട് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആണ് എൻ്റെ റേഞ്ച്. 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ല. അപ്പോൾ എക്സിന് ഇവിടെ കെ എന്നാണ് വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ കെ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. ഓക്കെ, ഫസ്റ്റ് കെ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇവിടെ കെ ഉള്ളതുകൊണ്ട് 0 ആയിപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി നോക്കാം. അപ്പോൾ കെ ഈക്വൽ ടു ഇവിടെ കെയും ഇവിടെ കെ ഫാക്ടോറിയലും ഉണ്ടല്ലേ. അപ്പോൾ ഒരു കെ വെട്ടിപ്പോയിട്ട് നമുക്ക് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു കെ ബൈ കെ മൈനസ് 1 ഫാക്ടോറിയൽ എന്നാവും അല്ലേ. കെ ഫാക്ടോറിയലിന് കെ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു കെ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഈ കെയും കൂടെ പോയി ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് കെ മൈനസ് 1ന് എൽ എന്ന് കൊടുക്കാം. അപ്പോൾ സമ്മേഷൻ അപ്പോൾ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്നുള്ളതിന് പകരം എൽ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ലാംഡ കെ, അതായത് ഈക്വൽ ടു കെ മൈനസ് 1. അപ്പോൾ കെ എന്ന് പറയുന്നത് എൽ പ്ലസ് 1 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ലാംഡയും കൂടെ വരും. അപ്പോൾ ആ ലാംഡ പുറത്തെഴുതുക. ഡിവൈഡ് ബൈ കെ മൈനസ് 1 ഫാക്ടോറിയൽ എൽ ഫാക്ടോറിയൽ. ഇങ്ങനെ നമുക്കറിയാം ഈ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എൽ ബൈ എൽ ഫാക്ടോറിയൽ അത് വീണ്ടും എന്താണ് ഇവിടെ പോയിസോൻ്റെ പി എം എഫ് ആണല്ലേ. അപ്പോൾ നമുക്കറിയാം പി എം എഫിൻ്റെ പ്രോപ്പർട്ടിയിൽ സമ്മേഷൻ ഓവർ എന്താണ് റേഞ്ച് അപ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് 1 ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ സമ്മ് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ നമുക്ക് 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എൽ ബൈ എൽ ഫാക്ടോറിയൽ എന്നുണ്ട്. അപ്പോൾ അത് 1 ആണ്. അപ്പോൾ നമുക്ക് ലാംഡ ഇൻറ്റു 1 എന്ന് വരും, അതായത് ലാംഡ എന്ന് വരും. അതായത് പോയിസോൻ്റെ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡയാണ്. ഇനി അടുത്തൊരു തിയറമാണ്. എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ജി എന്ന് പറയുന്നത് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് വൈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. എച്ച് എന്ന് പറയുന്നത് എക്സിൻ്റെ വൈൻ്റെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് വൈ എച്ച് ഓഫ് എക്സ് വൈ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ ആണ്. അതായത് നമ്മൾ സാധാരണ പറയുന്ന എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരികയാണെന്നായിരിക്കും. അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഓവർ എക്സ് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതെങ്കിലും എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുമെന്ന് വെച്ചാലും എക്സിന് പകരം ജി ഓഫ് എക്സ് എന്ന് അതായത് ആ ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിനി യൂസ് ചെയ്യും കുറേ സ്ഥലങ്ങളിൽ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് ക്യൂബ് വരും, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അങ്ങനെ ഏത് ഫംഗ്ഷൻ കൊടുത്താലും ഇവിടെ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, അത് ജോയിൻ്റ് വരുന്ന കേസാണ് ഈ പറഞ്ഞത്. അപ്പോൾ ജോയിൻ പി എം എഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ,
സോ നമുക്ക് ഇന്ന് ഇത്രയും എടുക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എടുക്കാം.